ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ വേനലവധി തുടങ്ങിയല്ലേ? എല്ലാവരും കളിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് കളി മാത്രം പോരാ, നമുക്ക് കുറച്ച് ഒരു അരമണിക്കൂർ പഠനം കൂടി ആവാം അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത് ഏതാണ്? സ്വരാക്ഷരങ്ങളാണ് കേട്ടോ. സ്വരാക്ഷരങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും മറന്നു പോവാതിരിക്കാൻ നമ്മുടെ വെക്കേഷൻ സമയത്ത് നമുക്കൊന്നുകൂടി പഠിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഏതാണ്? സ്വരാക്ഷരങ്ങൾ. സ്വരാക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ അക്ഷരം ഏതാണ്? ആ. അടുത്തത് ആ അല്ലേ? ആയുടെ ദീർഘമാണ് ഇത്. ആ. ഉച്ചരിക്കുമ്പോഴുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് ഏതാണ്? ഇ. ഈ ആണ് അടുത്ത അക്ഷരം അല്ലേ? അപ്പോൾ ഈയുടെ ദീർഘാക്ഷരം ഏതാണ്? ഈ. അടുത്തത് ഉ. ഊ. ഇർ. അടുത്തത് എ. എ. ഐ. ഒ. ഓ. അടുത്തത് ഔ. അടുത്തത് ഇതാണ് ആം. അടുത്ത അക്ഷരം ഏതാണ്? ആ അല്ലേ? ഇതാണ് നമ്മുടെ സ്വരാക്ഷരങ്ങൾ. നമുക്കൊന്നുകൂടി നോക്കിയാലോ? ആ, ആ, ഇ, ഈ, ഉ, ഊ, ഇർ, എ, ഐ, ഒ, ഓ, ഔ, അം, ആ. അപ്പോൾ ഇത്രയുമാണ് മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ. ഇവ സ്വതന്ത്രമായിട്ട് നിലനിൽക്കാൻ കഴിവുള്ളതാണ് സ്വരാക്ഷരങ്ങൾക്കല്ലേ? അപ്പോൾ വ്യഞ്ജനങ്ങൾക്ക് എന്താണ്? സ്വരസഹായമില്ലാതെ നിലനിൽക്കാൻ വേണ്ടി പറ്റില്ല. അത് വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ എഴുതി പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? 2 ലൈൻ കോപ്പിയിൽ തന്നെ എഴുതണം. എന്നാലേ നമ്മളെ അക്ഷരങ്ങളുടെ എഴുത്തിലെ ഘടന നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് എഴുതി പഠിക്കുക കേട്ടോ.